ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ദൈവം അവിടുന്ന് ക്ഷമാലുവും കരുണാമയനുമാണ്. അവിടുത്തെ സന്നിധിയിൽ ഈ രാത്രിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഹൃദയത്തിൽ ആരോടൊക്കെ വെറുപ്പുണ്ടോ, ആരോടൊക്കെ വിദ്വേഷമുണ്ടോ, ആരോടൊക്കെ സ്നേഹിക്കാനോ ക്ഷമിക്കാനോ സാധിക്കുന്നില്ല, എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. നമ്മുടെ നിസ്സഹായതയെ കർത്താവിന് സമർപ്പിക്കുക. നമുക്കെതിരെ നിന്നവരുടെ നാശം ആഗ്രഹിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നാം കർത്താവിനോട് അത് ഏറ്റുപറയുക. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ നിന്റെ സൗഖ്യവും സുരക്ഷിതത്വവും അനുഭവിച്ച് ഈ രാത്രിയിൽ നല്ലൊരു ഉറക്കത്തിനു വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതോടൊപ്പം അനുതാപമുള്ള ഒരു ഹൃദയത്തിനു വേണ്ടി ആഗ്രഹത്തോടെ ചോദിക്കാം. കർത്താവ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്ന രാത്രിയാണ് ഇന്ന് നമുക്കും മറ്റുള്ളവരോട് പൂർണ്ണമായി ക്ഷമിക്കുകയും ദൈവീക അനുതാപത്തിൻ്റെ ഹൃദയം നമുക്ക് ചോദിച്ചു വാങ്ങാം. എന്തെന്നാൽ അനുതാപമുള്ള ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് ഏറ്റവും ആദ്യം ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥന. അതിനാൽ നമ്മുടെ പാപങ്ങളെ ഓർത്ത്, ബലഹീനതകളെ ഓർത്ത്, കുറവുകളെ ഓർത്ത് ദൈവസന്നിധിയിൽ മാപ്പ് ചോദിക്കാം. അനന്ത കാരുണ്യവാനും ക്ഷമാലുവും സ്നേഹവാനുമായ ദൈവം നമുക്ക് മാപ്പ് നൽകി എന്തൊക്കെ കുറവുകൾ, ഏതൊക്കെ പാപങ്ങൾ നാം ചെയ്തിട്ടുണ്ടോ, ഏതൊക്കെ ദുശ്ശീലങ്ങൾക്ക് നാം അടിമകളാണോ, ഈ രാത്രിയിൽ കർത്താവ് തൻ്റെ സൗഖ്യമയച്ച് നമ്മെ സുഖപ്പെടുത്തും. ഈ രാത്രിയിൽ കർത്താവ് അതിൽ നിന്നെല്ലാം നമ്മെ സ്വതന്ത്രരാക്കും. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ തീർച്ചയായും സ്വാതന്ത്ര്യമുള്ളവരായി മാറും. ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം, ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനും ഈ രാത്രിയിൽ സുഖമായ ഉറക്കത്തിനും വേണ്ടി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. വിശ്വാസത്തോടെ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനം ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 4:1-8 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിൽ ആനന്ദവും സുരക്ഷിതത്വവും. എനിക്ക് നീതി നടത്തിത്തരുന്ന ദൈവമേ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. ഞെരുക്കത്തിൽ എനിക്ക് അങ്ങ് അഭയമരുളി കാരുണ്യപൂർവം എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. മാനവരെ, എത്രനാൾ നിങ്ങൾ എൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കും? എത്രനാൾ നിങ്ങൾ പൊള്ളവാക്കുകളിൽ രസിച്ച് വ്യാജം അന്വേഷിക്കും? കർത്താവ് നീതിമാന്മാരെ തനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കുന്നു. കോപിച്ചുകൊള്ളുക, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങൾ കിടക്കയിൽ വെച്ച് ധ്യാനിച്ച് മൗനമായിരിക്കുക. ഉചിതമായ ബലികൾ അർപ്പിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുവിൻ. ആര് നമുക്ക് നന്മ ചെയ്യും? കർത്താവെ, അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ എന്ന് പലരും പറയാറുണ്ട്. ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും. എന്തെന്നാൽ കർത്താവെ, അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. ഏറ്റവും സ്നേഹവാനായ ക്ഷമാലുവും കാരുണ്യവാനുമായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, എൻ്റെ ഈ മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, യുവതി യുവാക്കളെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഈ രാത്രിയിൽ നിന്റെ സന്നിധിയിൽ നിന്ന് സുരക്ഷിതത്വം അനുഭവിക്കാനും ഈ രാത്രിയിൽ നല്ലൊരു ഉറക്കത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം. നീയാണ് ഞങ്ങളുടെ സുരക്ഷിതത്വം.
കർത്താവായ ദൈവമേ, നിന്നിൽ പൂർണ്ണമായും ഞങ്ങൾ പ്രത്യാശ അർപ്പിക്കുന്നു. നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരെ നീ ഓർക്കണമേ. നീ അവരുടെ കഷ്ടതകളെ കാണണമേ. അവരുടെ വേദനകളെ നീ അറിയുന്നുവല്ലോ. കർത്താവെ, ഈ രാത്രിയിൽ വേദനയില്ലാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ എൻ്റെ ഈ പ്രിയപ്പെട്ടവരെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും പേരുപേരായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ജോലിയിൽ വിഷമമുള്ള എല്ലാവരെയും സമർപ്പിക്കുന്നു. ജോലി ചെയ്യാൻ പറ്റാത്ത വിധം ജോലിയിലുള്ള എല്ലാ സാഹചര്യങ്ങളെയും സമർപ്പിക്കുന്നു. കർത്താവെ, ജോലി കിട്ടാതെ വിഷമിക്കുന്നവരെ സമർപ്പിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടു പോയവരുടെ വേദനയെ സമർപ്പിക്കുന്നു. എത്ര ജോലി ചെയ്തിട്ടും ശമ്പളം ലഭിക്കാതെ വിഷമിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. തിരസ്കരണം ഏറ്റിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. കർത്താവെ, മറ്റുള്ളവർ ഞങ്ങൾക്കെതിരെ ചെയ്ത തിന്മകളെ ഓർത്ത്, ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങളെ ഓർത്ത്, മറ്റുള്ളവർ വരുത്തിയ ഞങ്ങളുടെ നഷ്ടങ്ങളെ ഓർത്ത് വേദനിച്ചിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ രാത്രിയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്കുള്ള വേദനകൾ കാരണം, ഞങ്ങളോട് ചെയ്ത എല്ലാ അതിക്രമങ്ങളും കാരണം, അത് ചെയ്തവർക്ക് തിന്മ വരട്ടെ എന്ന് പോലും ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ ചിന്തിച്ചു. എന്നാൽ നിന്റെ സന്നിധിയിൽ അത് പാപമാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ നിങ്ങളും മറ്റുള്ളവരോട് കരുണ കാണിക്കുക. ദുഷ്ടരും നന്ദിഹീനരോടും കർത്താവെ, നീ കരുണ കാണിക്കുന്നത് പോലെ ഞങ്ങൾക്കും കരുണ കാണിക്കുവാൻ നിന്റെ കാരുണ്യത്തിൻ്റെ കരുണയുടെ ഹൃദയം ഈ രാത്രിയിൽ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ആർക്കും തിന്മ വരാൻ ഇനി ഞങ്ങൾ ആഗ്രഹിക്കില്ല. ഞങ്ങളോട് ദുഷ്ടത ചെയ്തവർക്ക് പോലും നന്മ വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങളെ അനാവശ്യമായി കുറ്റപ്പെടുത്തിയവരോട്, ഞങ്ങളെ വേദനിപ്പിച്ചവരോട്, ഞങ്ങളെ തിരസ്കരിച്ചവരോട്, ഞങ്ങൾക്കെതിരെ തിന്മ പ്രവർത്തിച്ചവരോട് എല്ലാം ഈ രാത്രിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ക്ഷമിക്കുന്നു, അവരെ സ്നേഹിക്കുന്നു, അവരോട് കരുണ കാണിക്കുന്നു. കർത്താവേ, നന്മയുടെ ഹൃദയം നൽകി ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇന്ന് ഹോസ്പിറ്റലിൽ പ്രസവത്തിനു വേണ്ടി അഡ്മിറ്റാക്കിയിരിക്കുന്ന രേഷ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സുഖപ്രസവം നൽകിയ മകളെ ആരോഗ്യത്തോടെ ആ മകളെയും ആ കുഞ്ഞിനെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കായി ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ഓരോരുത്തരെയും ഈ ലോകത്തിൻ്റെ ഏത് കോണുകളിലാണെങ്കിലും അവരെല്ലാം നീ അനുഗ്രഹിക്കണമേ. വിഷമത്തിലും ആരും സഹായത്തിനില്ലാതെയും എന്ത് ചെയ്യണമെന്നറിയാതെ നിരാശയിൽ കഴിയുന്നവരെ, അന്ധകാരത്തിൽ കഴിയുന്നവരെ, ഇരുട്ടിൽ വസിക്കുന്നവരെ എല്ലാം അങ്ങ് ഏറ്റെടുത്ത് സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്നിൽ ഞങ്ങൾ ആനന്ദം കൊള്ളാൻ ഈ രാത്രിയിൽ നിന്റെ ആനന്ദത്തിൻ്റെ ഹൃദയം നൽകണമേ. എല്ലാ ദുഃഖവും ഭയവും വേദനയും അവിശ്വാസവും നിരാശയും എടുത്തു മാറ്റി വിശ്വാസത്തിൻ്റെ ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങൾ എപ്പോഴൊക്കെ നിന്നോട് വിളിച്ചപേക്ഷിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം നീ ഞങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. നിനക്ക് മാത്രമേ ഞങ്ങളെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. അത്രമാത്രം ദുരവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നത്. എന്നാൽ കർത്താവെ, ഈ ദുരവസ്ഥകളെ എല്ലാം വലിയവൻ നീയാണ്. ഞങ്ങളുടെ മുൻപിലുള്ള പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും അത് കൈകാര്യം ചെയ്യാൻ ശക്തനായ ദൈവം അതിലൊക്കെ ഉപരി വലുതാണ്, ശക്തനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ ഈ രാത്രിയിൽ ഭാരപ്പെട്ട് വിഷമിച്ച് കഴിയുന്ന, നിരാശയിൽ കഴിയുന്ന, ഭയത്തിൽ കഴിയുന്ന എല്ലാവർക്കും നിന്നിൽ ആനന്ദം കൊള്ളാൻ ഈ രാത്രിയിൽ നീ ഇടപെടണമേ. ഞങ്ങളുടെ ജീവിതത്തെ നീ തൊടണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കാനിരിക്കുന്ന അത്ഭുതങ്ങളെ നീ നടത്തണമേ. നടക്കാനിരിക്കുന്ന നന്മകളെ നീ നടത്തണമേ. അനുഗ്രഹത്തിനുള്ള തടസ്സങ്ങൾ മാറ്റി ഞങ്ങളെ ഓരോരുത്തരെയും നീ ഈ രാത്രിയിൽ തൊട്ട് സുഖപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. നിഷ്കളങ്കമായ വിശ്വാസമുള്ള ഒരു ഹൃദയം നൽകി ഞങ്ങളെ ഈ രാത്രിയിൽ നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ഞാൻ ഓർത്തു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രസാദ് ജോസ്
എന്ന ഒരു സഹോദരനും കുടുംബത്തിനും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ നിയോഗങ്ങൾക്കും ഈ രാത്രിയിൽ നീ ഉത്തരമരുളണമേ. കർത്താവേ, ഈ സമയം നിന്നിൽ നിന്നും ഉത്തരം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും നീ കാത്തുകൊള്ളണമേ. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ എല്ലാ അംഗങ്ങളെയും, പ്രാർത്ഥനാ ഗ്രൂപ്പുകളെ നീ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഈ രാത്രിയിൽ പൂർണ്ണ സൗഖ്യവും വിടുതലും നൽകി, ശക്തി നൽകി, ധൈര്യം നൽകി, നാളത്തെ ദിവസത്തെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടുന്നതിനു വേണ്ടി എല്ലാ കാര്യങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള ശക്തിയും കൃപയും നൽകി, സുഖമായ ഉറക്കം നൽകി രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട ദൈവമേ, അങ്ങേക്ക് സർവ്വമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച കർത്താവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, നമിക്കുന്നു, കുമ്പിടുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ വേദനയും അസ്വസ്ഥതയും മറന്ന് സുഖമായ ഉറക്കം നൽകി അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ നിരാശയും ഭയവും അവിടുന്ന് എടുത്തു മാറ്റി നാളെയെക്കുറിച്ച് ഓർത്തുള്ള വിഷമങ്ങൾ മാറ്റി എന്ത് കാര്യത്തിലും ദൈവത്തിൽ ആശ്രയിക്കാനുള്ള കൃപ നൽകി, ശക്തി നൽകി, ധൈര്യം നൽകി നിങ്ങളെ ഈ രാത്രിയിൽ അനുഗ്രഹിക്കട്ടെ. സുഖമായ ഉറക്കം നൽകി നിങ്ങളെ ഈ രാത്രിയിൽ സംരക്ഷിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യുക. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ആമേൻ.